സമൂഹത്തിലെ വർഗീയമായ ചേരിതിരിവിനെതിരെ ആക്ഷേപഹാസ്യ രൂപത്തിൽ കടുത്ത വിമർശനവുമായി നടൻ വിനു മോഹൻ. മതം തലയ്ക്ക് പിടിച്ച മനുഷ്യർ കലയെയും സാഹിത്യത്തെയും ഭക്ഷണത്തെയും വീതം വെച്ചുവെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഒരു മതത്തിലും ചേരാതെ നിന്ന് സകലരോടും ഇഷ്ടം കാണിക്കുന്ന ക്യാൻസറും ഹാർട്ട് അറ്റാക്കും ട്യൂമറും വർഗീയത ഇല്ല എന്ന് വിശ്വസിക്കപ്പെടുന്ന ആശുപത്രികളിൽ കൊണ്ടുപോയി കിടത്തുന്നുവെന്നും അവിടെ ഒരു മതങ്ങൾക്കും വേർതിരിവില്ലെന്നും വിനു മോഹൻ പരിഹസിച്ചു. ഒട്ടേറെ പേരാണ് വിനു മോഹന്റെ പോസ്റ്റിനെ അനുകൂലിച്ച് കമന്റ് ചെയ്തത്. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വിനുവിന്റെ പോസ്റ്റ് എന്നാണ് വിലയിരുത്തൽ. വിനു മോഹന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്: പന്നി പണ്ട് ക്രിസ്ത്യൻ ആയിരുന്നു, പശു ഹിന്ദുവായിട്ട് അധികകാലം ആയിട്ടില്ല, മൂരി മുസ്ലിം ആയിട്ടും. മുസ്ലിം ആയതുകൊണ്ടാണോ അതോ ഹിന്ദു ആകാൻ ശ്രമിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, മൂരി ഇറച്ചിക്ക് പല മെനുവിലും പൗരത്വം നഷ്ടമാകുന്നത്. കുതിരയുടെ മതം ഏതാണാവോ? ശിവജിയുടെ കൂടെയും ടിപ്പുവിന്റെ കൂടെയും യുദ്ധം ചെയ്ത കുതിരയുടെ കൂറ് ഏത് മതത്തോടായിരിക്കും? ആന പള്ളികളിലെ നേർച്ചയ്ക്ക് എഴുന്നള്ളുമെങ്കിലും ഹിന്ദുവായതുകൊണ്ടാകാം മുസ്ലിം പേരോ ക്രിസ്ത്യൻ പേരോ ഇടാത്തത്. മനുഷ്യന് ഏറെ സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്ന സംഗീത ഉപകരണങ്ങളിലും ഈ വേർതിരിവുണ്ട് കേട്ടോ. ഭക്ഷണത്തിനുമുണ്ട് മതം. ഇറച്ചിയും പത്രിയും മുസ്ലിമും, സാമ്പാറും സദ്യയും ഹിന്ദുവും, താറാവും മപ്പാസും വെള്ളയപ്പവും ക്രിസ്ത്യനുമാണ്. മതം തലയ്ക്ക് പിടിച്ച മനുഷ്യൻ മൃഗങ്ങളെയും പൂവിനെയും നിറങ്ങളെയും പ്രകൃതിയെയും കലയെയും സാഹിത്യത്തെയും ഭക്ഷണത്തെയും വീതം വെച്ചു. എന്നാൽ ഒരു മതത്തിലും ചേരാതെ നിന്നും സകലരോടും ഇഷ്ടം കാണിച്ചും ക്യാൻസറും ഹാർട്ട് അറ്റാക്കും ട്യൂമറും വർഗീയതയില്ല എന്ന് വിശ്വസിക്കപ്പെടുന്ന ആശുപത്രിയിൽ കൊണ്ടുപോയി കിടത്തുന്നു. ഇവിടെ ഒരു മതങ്ങൾക്കും വേർതിരിവില്ല. ഇത് ഞങ്ങളുടെ രോഗമാണ്, ഇത് ഞങ്ങൾക്കാണ് എന്നുള്ള ഒരു അവകാശവാദവും ആർക്കുമില്ല. വിനു മോഹന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മൾക്ക് ഒരസുഖം വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സമീപിക്കുന്നത് ഹിന്ദു ഡോക്ടറെയോ മുസ്ലിം ഡോക്ടറെയോ ക്രിസ്ത്യൻ ഡോക്ടറെയോ ഒന്നും അല്ല. ശരിക്കും നമ്മൾ സമീപിക്കുന്നത് നല്ല ഏറ്റവും ബെസ്റ്റ് ഡോക്ടറും ബെസ്റ്റ് ഹോസ്പിറ്റലും ഒക്കെ ആയിരിക്കും. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇതിനെയൊന്നും തിരിച്ചറിയാതെ പോകുന്നത്? എന്തിനാണ് മനുഷ്യൻ പരസ്പരം മതത്തിൻ്റെ പേരിൽ കലഹിക്കുന്നത്? ഇനിയെങ്കിലും ഈ കലഹം നിർത്തുക. സിനിമയായിട്ട് കാണാൻ പഠിക്കുക. സിനിമയിൽ ഇതിനു മുന്നേ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്.